സുരേഷ് ഗോപി ചെയ്യേണ്ടത് അദ്ദേഹം ഇതുവരെ ഇതിനെ സംബന്ധിച്ചിടത്തോളം മൗനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? ഇത് നാടകമല്ല, മര്യാദയ്ക്ക് പറ. അദ്ദേഹത്തിന് ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസന്ധമായ വിശദീകരണം നൽകുന്നതിന് വേണ്ടി കഴിയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം ഭയന്ന് നടക്കുകയാണ്. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയന്ന് നടക്കുകയാണ്. ഇത് പേടിപ്പണിയാണ്. പേടിപ്പനിയോ? ഡിപ്പാർട്ട്മെന്റിലെ വീരശൂര പരാക്രമിയായ ഇടിവെട്ട് സുഗുണന് പേടിപ്പനിയോ? അതിൻ്റെ അർത്ഥം താൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ രൂപത്തിൽ കള്ളവോട്ട് ചേർത്ത് അതിൽ നിന്നാണ് വിജയം നേടിയെന്നുള്ളതാണ്. അദ്ദേഹം മാന്യമായി ചെയ്യേണ്ടത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ തെളിഞ്ഞല്ലോ കള്ളവോട്ട് ചേർത്തെന്നുള്ളവരെ. ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പിന് താല്പര്യമുണ്ടെങ്കിൽ നേരിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും രാജിവെക്കണം. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? രാജകുമാറിന്റെ വോട്ട് അദ്ദേഹം തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് താമസിക്കുന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് ഒരു വോട്ടർ പട്ടികയിലുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാണ് പ്രതികരിക്കുന്നത്. എവിടെ പോണു? വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇത് മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ 30,000-നും 60,000-നും ഇടയ്ക്കുള്ള വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് അജയകുമാറാണ് ഈ 30,000-നും 60,000-നും എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഇത്ര വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള മറിമായവും കള്ളത്തരവും ഇതുവരെ കേരളം കണ്ടിട്ടില്ല. പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. അത്ര വൃത്തികെട്ട തരംതാണ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ശ്രീ സുരേഷ് ഗോപി സ്വീകരിച്ചിരിക്കുന്നത്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? എടാ കൊച്ചനെ, നീ കൂടുതൽ നേളിക്കരുത്. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. അതൊക്കെ നാണമില്ലേ? കള്ളവോട്ടിലൂടെ കള്ളവോട്ട് ചേർക്കുക, 6 മാസങ്ങൾക്ക് മുമ്പ് ആളെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കുക, ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുക, ജയിക്കുക, മന്ത്രിയാവുക, എന്നിട്ട് അങ്ങനെ നിളഞ്ഞ് നടക്കുക മന്ത്രിയാണെന്ന് പറയും. സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് ഇവിടെ വോട്ട്, തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് വോട്ട്, ഇവിടെ ഒരു ഫ്ലാറ്റിൽ 8 വോട്ട്, 16 വോട്ട്, 20 വോട്ട്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് വൈകുന്നേരം 4 മണിക്ക് ശ്വാസം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഒരു നിമിഷം പോലും ഈ സ്ഥാനത്തിരിക്കാതെ അദ്ദേഹം രാജിവെക്കുന്നതായിരിക്കും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം. എന്നെ തേച്ചതാണല്ലേ? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.